ഹലോ ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഫല്ലേ, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നീറ്റ് കുറച്ച് നേരം ഞാൻ വെറുതെ ഒന്ന് ഇരിക്കൂട്ടാ. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നതിൻ്റെ ശേഷം ഞാൻ നേരെ വാഷ്റൂമിൽ പോയി പല്ല് തേക്കാനും മുഖം കഴുകാനും അങ്ങനെ വാഷ്റൂമിൽ പോയി രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്തു. അങ്ങനെ നല്ല രീതിക്ക് ഫേസൊക്കെ വാഷ് ചെയ്തു. പിന്നെ എനിക്ക് മസ്റ്റായിട്ടൊരു ചായ വേണം. അങ്ങനെ ഞാനൊരു നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ ഇട്ട് അത് റൂമിൽ വന്നിരുന്ന് കുടിച്ച്. ഇവിടെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ആകുമ്പോൾ കിച്ചണൊക്കെ കോമൺ അല്ലേ. അപ്പോൾ കിച്ചണിന് ആളില്ലാത്ത ടൈമിൽ പോയിട്ടൊരു ചായയൊക്കെ ഇട്ട് റൂമിൽ വന്നിരുന്ന് കുടിച്ച്. പിന്നെ സൺഡേ അതിനെക്കൊണ്ട് ഇന്ന് കാര്യമായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് ഒരു ആപ്പിൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ആപ്പിൾ എടുത്തിട്ട് കഴിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിശക്കാൻ തുടങ്ങി. ഞാനവിടെ അങ്ങനെ കിടക്കിയിരുന്നു വെറുതെ. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ട് കഴിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ ഇന്ന് നീറ്റിക്കുന്ന ടൈം തന്നെ പറയണത് 1 മണി 1:30 ആയിട്ടുണ്ട്. പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3 മണിയായി. 3 മണിക്കാണ് അവൾ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് റെഡി ആവാൻ നിന്ന് ഒരു 3 മണി 3:30 ആയപ്പോൾ ഒന്ന് റെഡി ആവാൻ നിന്ന് അവൾ ഇവിടെ താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ടാണ്. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഇതാണ് കേട്ടോ. ഞാൻ RMB നിന്ന് എടുത്ത ഒരു ടീഷർട്ടും ഒരു ജീൻസും ഞാൻ തെമ്മൂന്ന് ഓർഡർ ചെയ്ത ഷാളാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷാളാണ്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, കളർ ചാർട്ട് ഉണ്ട്. ഞാനൊരു ബോക്സ് 6 പീസിൻ്റെ ഒരു ബോക്സ് ഓർഡർ ചെയ്തിരുന്നേ. പിന്നെ എനിക്ക് നല്ല കംഫർട്ടബിളാണ് ഈ ടീഷർട്ടും തന്നെ, RMB നിന്ന് എടുത്ത ഈ ടീഷർട്ട്. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവൾ മഹാരാജയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി അവളെ മോള് കിക്കിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. നമ്മൾ വള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് എടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. കിക്കി മാസം 20 നാട്ടിൽ പോവുകയാണേ. അപ്പോൾ ഞാൻ അവിടെ ഒരു ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് കയ്യിലിട്ട് നോക്കി. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. 18 ക്യാരറ്റാണ്, നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് പട്ടിഷോ ഒക്കെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് അവിടെ വെറുതെ നിൽക്കല്ലേ. ഞാൻ ബില്ലടിക്കുന്ന ടൈമിൽ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറാൻ നോക്കി. പക്ഷേ ഒന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റിന് അൽനഹദ പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിൻ്റെ അവിടെ പോയി. അപ്പോൾ കിക്കിക കണ്ടപ്പോൾ അവിടെ എന്തായാലും പോയേ പറ്റൂ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അന്നത്തെ ദിവസം എന്ന് പറയണത്. അങ്ങനെ പാർക്കിൽ പോയി കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ കിക്കി കുറച്ച് നേരം കളിച്ച്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു കൗതുകം, എനിക്കും ആടണം എന്നൊരു തോന്നില്ല. അപ്പം നമ്മൾ അവിടെ പോയി നിന്ന് ഓരോരുത്തരുടെ കയ്യും കാലും പിള്ളേരെ കയ്യും കാലും പിടിച്ച് എനിക്കൊന്ന് കിട്ടി. ഞാനും കുറച്ച് നേരം ആടി. കിക്കി ആടിയ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനും ആടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടൊരു ചെറിയ പ്ലാനിട്ട് എന്താ പറയുക, നമുക്ക് എന്നാൽ ഗ്ലോബൽ വില്ലേജ് വരെ പോകും. കിക്കി ഏതായാലും നാട്ടിൽ പോകാനായില്ല, 20 പോവല്ലേ. അപ്പോൾ പിന്നെ ഗ്ലോബൽ വില്ലേജും കൂടെ കാണാനുണ്ടായിരുന്നു. അവിടെ കാണിക്കാൻ പോയിണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയി. നമ്മളെ ഫ്രണ്ട് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മൂപ്പര് അവിടെ കൊണ്ട് ആക്കി തന്നു നമ്മളെ. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയി. ടിക്കറ്റ് തന്നെ ഭയങ്കര ക്യൂ. ഒന്നാമത്തെ വീക്കെൻഡ് അതിനെക്കൊണ്ട് നല്ല ക്യൂ ആയിരുന്നു. കുറേ ടൈം നിന്നിട്ടാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ടിക്കറ്റ് കിട്ടി നമ്മൾ നേരെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, അവിടെ അതിൻ്റെ ഉള്ളിൽ നടന്നാൽ നമുക്ക് സത്യം പറയാമല്ലോ നല്ല കാലുവേദനയാണ്. എന്നിട്ട് നല്ല പെയിന് കാര്യങ്ങളായിരുന്നു കേട്ടോ.
അങ്ങനെ ഓരോ പെഡസ്ട്രിയിലും കയറി. പിന്നെ അവിടുന്ന് കാര്യമായിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ തിങ്ക് ചെയ്ത് പോയിരുന്നൊരു സാധനം മാംഗോ സ്റ്റിക്കി റൈസ് എന്തായാലും കഴിക്കണം, എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് കഴിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ആ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഷോപ്പ് കണ്ട് തായ്ലാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു. എന്നിട്ട് അങ്ങനെ അവിടെ കയറി നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട സാധനം. നോർമലി എനിക്ക് അങ്ങനത്തെ സാധനത്തിനോടൊന്നും വലിയ താല്പര്യം വരാത്തതാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. അത് ആ മാംഗോയും ആ റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഒരു പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ ഏത് റൈഡിലും കയറാൻ 50 ദിറംസിൻ്റെ ഒരു പാസ് എടുത്താൽ ഏത് റൈഡിലും നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഓരോ റൈഡിൽ കയറണം എന്നുണ്ടെങ്കിലും ഗൈസ് ഒരു 1 അവർ അവിടെ വെയിറ്റ് ചെയ്ത് ക്യൂവിൽ നിൽക്കണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കിക്കിനെ നമ്മളൊരു റൈഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു, ചിൽഡ്രൻസിൻ്റെ ഒരു റൈഡിൽ. അടിപൊളി റൈഡായിരുന്നു കേട്ടോ അത്. കിക്കി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. അതിൽ കയറാൻ തന്നെ അവൾക്കായിട്ടുണ്ട് 1 അവർ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പല ടൈപ്സ് റൈഡ്സുകളുണ്ട് കേട്ടോ, ഒരുപാട് റൈഡ്സുകളുണ്ട്. നമ്മൾ അങ്ങനെ കിക്കി ഇത് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ 2-3 റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കാണ് മെയിനായിട്ടുള്ള റൈഡ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര രസമുണ്ട് അവിടെ കാണാൻ. ഇപ്പോഴത്തെ ഓഫറാണ് ഇത്. ഗ്ലോബൽ വില്ലേജ് ഏറെക്കുറെ ഈ നിയറസ്റ്റ് 10-ാം തീയതി എങ്ങാണ്ട് ക്ലോസ്ഡ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 50 ദിറംസിന് നമുക്ക് നല്ല വേർത്താണ്, ഏത് റൈഡിലും കയറാം. പക്ഷേ ടൈം വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ റൈഡ് കയറണം എന്നുണ്ടെങ്കിലും ഒരു മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കണം. എന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു. എല്ലാ റൈഡ്സിലും ഒരു വിധ റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കുറച്ച് നേരം പുറത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന്, നമ്മളെ ഫ്രണ്ട് തന്നെയാണ്, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന്. അങ്ങനെ പിന്നെ അവർ വന്നു, നമ്മൾ പോന്നു. പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമുക്ക് സൂപ്പും സാലഡ്സും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുതന്നെ ഞാൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് സൂപ്പൊന്നും ഞാൻ കുടിക്കാത്ത ആളാണ്. കാരണം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടേ ഭയങ്കര വിശപ്പായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പെരും റേറ്റാണ്. കാരണം എന്തൊരു സാധനത്തിന് 25 ദിറംസിലില്ലാതെ കുറവില്ല, ഒക്കെ ഭയങ്കര ഹെവി റേറ്റാണ്. അങ്ങനെ ഫുഡ് ഒക്കെ എത്തി. നമ്മൾ പെരി മന്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ മന്തി. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശപ്പിൻ്റെ ഇതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിന്. ഇത് കഴിക്കുന്ന ടൈം എത്രയാണെന്നറിയാം, 1 മണി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേനും 1 മണിയായി. റൂമിലെത്തി ഇപ്പോൾ 2 മണിയാണ് കേട്ടോ. രാത്രി 2 മണിയായിട്ടുണ്ടായിരുന്നു റൂമിലെത്തിയപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഗെയിമും കളിച്ച് അങ്ങനെ ലാസ്റ്റ് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. ഹാപ്പി സൺഡേ ആയിരുന്നു.